ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് കോന്നി എലഫൻറ്റ് കേജ് അഥവാ കോന്നി എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററിനെ കുറിച്ചാണ്. കോന്നി ആനക്കോട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്താണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററാണ് കോന്നി ആനക്കോട്. പത്തനംതിട്ട ടൗണിൽ നിന്നും 11 കിലോമീറ്റർ ദൂരെയാണ്. ആനക്കോട് എന്നത് ലോക്കലി അറിയപ്പെടുന്ന പേരാണ്. ആനക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് വലിയ തടികൾ ഉപയോഗിച്ച് ആണ് കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആനക്കൂടുകളിൽ ഒരേ സമയം 3-4 ആനകളെ അക്കോമഡേറ്റ് ചെയ്യാം എന്ന പ്രത്യേകതയുമുണ്ട്. ഇനി നമുക്ക് കോന്നി ആനക്കൂടിൻ്റെ ഉള്ളിലൊരു എലഫൻറ്റ് മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൽ ആനയുടെ ഫോസിൽ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ട്രെയിനിങ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിയ ബേബി എലഫൻസിനെ, ചിലപ്പോൾ അത് മുറിവേറ്റതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടം തെറ്റിയ ബേബി എലഫൻസിനെ നമ്മൾ ഉൾവനങ്ങളിൽ റോം ചെയ്യുന്നതിനെ കണ്ടെത്തി അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് ട്രെയിനിങ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്താണ് അവിടെ കോന്നി ആനക്കൂട്ടിൽ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കോന്നിയുടെ ആനപരിപാലന ചരിത്രം എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം 1810 മുതലാണ് കോന്നിയിൽ ആനപിടുത്തം ആരംഭിക്കുന്നത്. താപ്പാനകളായ കോന്നിയിൽ കൊച്ചയ്യപ്പൻ, സോമൻ, രഞ്ജി പത്മനാഭൻ, കോന്നിയൂർ സുരേന്ദ്രൻ, ബാലകൃഷ്ണൻ, വേണു, രമേശൻ, മണി, മോഹൻദാസ്, പേരുകേട്ട ആനകളായ തൃക്കടവൂർ ശിവരാജു, മംഗലംകുന്ന് ഗണപതി, കീരങ്ങാട്ട് കേശവൻ, കാഞ്ഞിരങ്ങാട്ട് ശേഖരൻ, മലയാലപ്പുഴ രാജൻ, കീഴൂട്ട് വിശ്വനാഥൻ തുടങ്ങിയൊക്കെ കോന്നി ആനക്കൂട്ടിൽ നിന്ന് ചട്ടം പഠിച്ച 100ഓളം ആനകളിൽ പെടുന്നവയാണ്. മുൻകാലത്ത് വനം വകുപ്പ് കോന്നി ആനക്കൂട്ടിലെ ആനകളെ ലേലം ചെയ്ത് വിൽക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു. ആനപിടുത്തം 1977 മുതൽ നിയമം മൂലം നിരോധിച്ചതാണ്. ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും തിരികെ പോകാൻ കഴിയാതെ വരികയും ചെയ്യുന്നതോ മുറിവേറ്റ് കാട്ടിൽ അലഞ്ഞു തിരിയുന്നതോ ആയ ആനക്കുട്ടികളെയായി ലഭിച്ചവയാണ് ഇപ്പോൾ ആനത്താവളത്തിൽ കാണുന്ന മിക്ക ആനകളും. കോന്നി ആനത്താവളവും ആനക്കൂടുമൊക്കെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഭാരതവുമായുള്ള സൗഹൃദവും സഹകരണവും ഊട്ടിയുറപ്പിക്കാൻ പോർച്ചുഗൽ സർക്കാരിന് ഇവിടെ നിന്നും സംയുക്ത എന്ന ആനയെ സമ്മാനിച്ചിരുന്നു. കോന്നി ആനക്കൂടിലൊരു അശോകവനമുണ്ട്. അശോകമരത്തിൻ്റെ ശാസ്ത്രീയം നമുക്കറിയാം, സറാക്ക അശോക. അത് ലഭിച്ചിരിക്കുന്നത് സോറോലസ് വൃക്ഷം എന്ന നിലയിലാണ്. അശോകം എന്നാൽ ദുഃഖം ഒഴിവാക്കുന്നത് എന്ന് തന്നെയാണ്. ദുഃഖം എങ്ങനെ മറികടക്കാം എന്നന്വേഷിച്ച സിദ്ധാർത്ഥൻ്റെ അമ്മ വായാതായി പ്രസവിച്ചത് ഒരു അശോക വൃക്ഷച്ചുവട്ടിലാണ് എന്ന് പറയപ്പെടുന്നു. അപഹരിക്കപ്പെട്ടതിൽ അതീവ ദുഃഖിതയായ സീതയെ വിശ്വകരൻ കൂടിയായ രാവണൻ പാർപ്പിച്ച അശോകവനികയിലായിരുന്നു എന്ന് രാമായണവും പറയുന്നു. കാമദേവൻ്റെ 5 പുഷ്പശരങ്ങളിൽ ഒന്നാണത്ര അശോകപ്പൂവ് എന്നും അറിയപ്പെടുന്നു. സ്ത്രീരോഗങ്ങളുടെ ഉത്തമ ഔഷധമാണ് അശോകം. തണലിൽ തരുണികൾ കളിച്ചുല്ലസിച്ചാൽ അശോകം പൂവണിയും എന്നാണ് വിശ്വാസം. ഇതിനാൽ അശോകവനിക പ്രമദവനം എന്നും അറിയപ്പെടുന്നു. ഔഷധമൂല്യം ഏറെയുള്ള അശോക വൃക്ഷത്തണലിലേക്ക് മനഃശാന്തി ആഗ്രഹിക്കുന്നവരെ ആകർഷിക്കാൻ പൂർവികർ കണ്ടെത്തിയ ഉപാധികളുമാകാം ഇത്. ഇത്തരം വിശ്വാസങ്ങളും പുരാണങ്ങളും ഒക്കെ എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനിയും നമുക്ക് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോന്നി ആനക്കൂടിലേക്ക് എത്തിച്ചേർന്ന് ഏതൊക്കെ മാർഗം വഴിയാണ് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. കോന്നി ആനക്കൂടിലേക്ക് നമ്മൾ റോഡ് മാർഗമാണെന്നുണ്ടെങ്കിൽ SH8 അഥവാ മെയിൻ ഈസ്റ്റേൺ ഹൈവേ, പുനലൂർ പത്തനംതിട്ട മൂവാറ്റുപുഴ ഹൈവേ SH8 വഴി എത്തിച്ചേരാം. ഇത് കേരളത്തിലെ എല്ലാ മേജർ ടൗണുകളുമായിട്ടും പത്തനംതിട്ട വഴി ഇൻ്റർകണക്റ്റഡ് ആണ്. ഇനി റെയിൽവേ നോക്കുകയാണെങ്കിൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പുനലൂരാണ്, 25 കിലോമീറ്റർ. പിന്നെ ചെങ്ങന്നൂർ തിരുവല്ല അറൗണ്ട് 41 കിലോമീറ്റർ. കോട്ടയം 60 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ. ഇനി എയർപോർട്ട് നോക്കുകയാണെങ്കിൽ നിയറസ്റ്റ് എയർപോർട്ട് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, അബൌട്ട് 99 കിലോമീറ്റർ. പത്തനംതിട്ടയിൽ നിന്ന് 99 കിലോമീറ്റർ. ഇനിയും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണെങ്കിൽ അറൗണ്ട് 124 കിലോമീറ്റർ ഫ്രം കോന്നിയാണ്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള PSCയിൽ കോന്നി എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററിനെ കുറിച്ച് പലപ്പോഴായി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദ വൈൽഡ് എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ ഇൻ പത്തനംതിട്ട എന്ന് ചോദിച്ചിട്ടുണ്ട്. കോന്നിയാണ്. കോന്നി എലഫൻറ്റ് ഷെഡ് ആനക്കൂടി സിറ്റുവേറ്റഡ് ഇൻ പത്തനംതിട്ട എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ PSCയും കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ ആനക്കൂടിനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടൂറിസത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നെങ്കിലും കോന്നി ആനക്കൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്.
ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്.